ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയുടെ അമ്മയും അനിയത്തിയും വന്നിരിക്കുന്നു. അവരോട് ഭയങ്കര മോശമായ രീതിയിലാണ് ചന്ദ്രമതി സംസാരിക്കുന്നത്. അപ്പോൾ രേവതിയോട് അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് അച്ഛൻ പറഞ്ഞു വിട്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞനുസരിച്ച് രേവതി അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഇവരോട് ശരത്തിൻ്റെ കൈയുടെ പറ്റിയൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ വേദന കുറവുണ്ടെന്നും എന്നാലും കോളേജിലൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രേവതി അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ രേവതി ഇവർക്ക് വെള്ളം കൊണ്ടേ കൊടുക്കുന്നതൊക്കെ കണ്ട് ചന്ദ്രമതി ഇങ്ങനെ മുഖം വലിച്ചു കയറ്റി പിടിച്ചുകൊണ്ടിരിക്കുക. വല്ലാത്തൊരിതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് എന്തോ മനസ്സിൽ വന്നിങ്ങനെ ഇതായി. അപ്പോഴത്തേക്ക് ഇവർ അവരോട് ചോദിച്ചു, സച്ചി ഒന്നും പറഞ്ഞതായിട്ട് അറിയില്ല, നിൻ്റെ അനിയൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പറയാനാണെന്ന് ദേവ് തിരിച്ചു ചോദിച്ചു. അല്ല, സച്ചി നിൻ്റെ അനിയനും തമ്മിലേ എന്താ പ്രശ്നം? എന്തിനാ സച്ചി അവൻ്റെ കൈ ഓടിച്ചതെന്നൊക്കെ ചന്ദ്രമതി ഇവരോട് ചോദിക്കുക. അവൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിരുന്നോ? അപ്പോൾ സച്ചേട്ടൻ്റെ ഫ്രണ്ടും ശരത്തിൻ്റെ ഫ്രണ്ടും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നും പിന്നെ അതിനിടയിൽ സച്ചേട്ടൻ അപ്പോൾ അതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് ചന്ദ്രമതി ചാടിക്കേറി അങ്ങ് പറഞ്ഞു. പിന്നെ നിന്റെ മകൻ എന്തോ വേണ്ടാത്തത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ ഇങ്ങനെ നേരം പറയുക കേട്ടോ ചന്ദ്രമതി. അതായിരിക്കും അവൻ തല്ലിയത്, കൈ പിടിച്ച് ഓടിച്ചതും അതുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പം ശരത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല എന്ന് ലക്ഷ്മി അമ്മ നേരം പറഞ്ഞു. അവൻ പഠിക്കുന്ന കുട്ടിയാണെന്നും പിന്നെ അവനെ സച്ചി പോയി വെറുതെ, അപ്പോഴേക്കും ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ വിട്ട് കളാം അമ്മ, ഒക്കെ കഴിഞ്ഞതല്ലേ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ വന്നത് അത് പറയാൻ പറഞ്ഞു രേവതി. അപ്പോൾ അവർ രണ്ടുപേരും വെള്ളമൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ മോളെ ഇവിടുത്തെ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ക്ഷണിക്കാനോ? ഞങ്ങളെന്തേനും നിൻ്റെ വീട്ടിൽ വരണം എന്നിങ്ങനെ ചന്ദ്രമതി എന്തേലും ചോദിച്ചു. ചന്ദ്ര മിണ്ടായിരിക്കാൻ പറഞ്ഞു രവിയേട്ടൻ. ലക്ഷ്മി പറയാൻ പറഞ്ഞു. അത് പിന്നെ രേവതിയുടെ അച്ഛൻ മരിച്ചിട്ട് നാളേക്ക് 1 വർഷം തികയുകയാണെന്നുള്ള കാര്യം ലക്ഷ്മി അമ്മ അന്നേരം ഇവരോട് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും അച്ഛൻ്റെ മുഖം വല്ലാതെയായി. ചന്ദ്രമതിക്ക് അങ്ങ് ദഹിച്ചില്ല കേട്ടോ. അപ്പോൾ രേവതിയും ആകെ സങ്കടത്തിലായി. നാളെയാണ് ആണ്ടെന്നും അതിൻ്റെ ചടങ്ങുകൾ നടത്തണമെന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ ലക്ഷ്മിയമ്മ പറയുമ്പോൾ രവിയേട്ടൻ അന്ന് നടന്ന സംഭവത്തെപ്പറ്റി ആലോചിക്കുകയാണ്. അദ്ദേഹം വന്നതും വണ്ടിക്കടിയിലേക്ക് വീണതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു സെക്കൻഡ് അദ്ദേഹം ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച് അദ്ദേഹം തകർന്നിരിക്കുക കേട്ടോ. ആ സമയം 1 വർഷമായല്ലേ എന്ന് രവിയേട്ടൻ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അതുപോലെ തന്നെ ദേവുവിൻ്റെ രേവതിയുടെയൊക്കെ. അപ്പോൾ എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുകയാണെന്ന് രവിയേട്ടൻ അന്നേരം പറയുവാണ്. അവസാന നിമിഷം എൻ്റെ കൈ പിടിച്ച് രേവതി രേവതി എന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടെന്നൊക്കെ രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവരാണെങ്കിൽ പൊട്ടിക്കരയുക, ലക്ഷ്മിയമ്മയും ദേവും രേവതിയും ഒക്കെ. അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇഷ്ടപ്പെടുന്നില്ല ഇതൊന്നും. അപ്പോൾ ഒന്നും മറന്നിട്ടില്ല ഞാനെന്ന് പറഞ്ഞ അച്ഛൻ തൻ്റെ ഇത് സങ്കടം ഇങ്ങനെ ഇവരോട് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ അങ്ങനെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ ഇരിക്കുക, തലയും മന്തിക്കൊണ്ട്. പെട്ടെന്നായിരുന്നു അന്നെല്ലാം നടന്നത്. ആരും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അതൊക്കെ നടന്നതെന്നും ആ ഒരു സമയം ബസ്സൊന്നും നിർത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ആ നല്ല മനുഷ്യൻ അങ്ങനെ ഞാൻ വണ്ടി നിർത്തിയിരുന്നെങ്കിൽ പോവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. ആ കുറ്റബോധം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പം എന്തിനാ കുറ്റബോധം? അതിൻ്റെ ആവശ്യം എന്താ? നിങ്ങളുടെ ഭാഗത്ത് കുറ്റമുള്ളതുപോലെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചന്ദ്രമതി അന്നേരം ചോദിക്കുന്നു. രവിയേട്ടൻ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുവാണ്. ചന്ദ്രമതിയുടെ പറച്ചില കേട്ടിട്ടെ അദ്ദേഹം വന്ന് നിങ്ങൾ ഓടിക്കുന്ന ബസ്സിൻ്റെ മുന്നിൽ വീണു. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ചന്ദ്രമതി അന്നേരം രവിയേട്ടനോട് ചോദിക്കാം. ഇവരെ അപമാനിക്കുന്ന രീതിയിൽ രേവതിയുടെയൊക്കെ കണ്ണിൽ നിന്ന് ഇങ്ങനെ പിടിപിടാന്ന് കണ്ണുനീര് വീണുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തിനാ ഇപ്പം ഇദ്ദേഹത്തിനോട് ഇതൊക്കെ വന്നു പറഞ്ഞത്? രവിയേട്ടന് സുഖമില്ലാത്തതാണെന്ന് അറിയത്തില്ലേ? നിങ്ങൾ ചടങ്ങ് നടത്തിക്കോ, എന്തിനാ ഇദ്ദേഹത്തെ വന്ന് ക്ഷണിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് നടത്തുമ്പോൾ ഇവിടെ ഒന്ന് ക്ഷണിക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ എന്ന് ലക്ഷ്മി അമ്മ ചോദിച്ചു. എന്ത് കടമ? നിങ്ങളുടെ ഭർത്താവിന് അല്പം പൈസ വിധിച്ചിട്ടുള്ളൂ, അങ്ങേരങ്ങ് പോയി. അങ്ങേർക്ക് വേണ്ടി നിങ്ങൾ ചടങ്ങ് നടത്തുമോ നടത്താതിരിക്കുകയോ ചെയ്യുക. എന്തിനാ വെറുതെ അതൊക്കെ ഇവിടെ വന്ന് പറയുന്നതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അപമാനിക്കുവാണ്. അത് കേട്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ട് തകർന്നു പോയി അവർ. അങ്ങേര് ബസ്സിന് മുന്നിൽ വീണ് മരിച്ചില്ലായിരുന്നെങ്കിലേ ഈ വീട്ടിൽ പല വിഷയങ്ങളും നടക്കില്ലായിരുന്നു എന്നും പറഞ്ഞു. ഇവർ 3 പേരും നെഞ്ചു നീറി കരയുവാണ്. നീ ഈ വീട്ടിൽ വരില്ലായിരുന്നു എന്ന് രേവതിയോട് ചന്ദ്രമതി പറയുന്നു. രവിയേട്ടനൊരു അക്ഷരം മിണ്ടാതിരുന്നതെല്ലാം കേൾക്കുവാണ്. പറഞ്ഞ് കാട് കയറുകയാണ് ചന്ദ്രമതി. അപ്പോഴേക്കും നീ എന്നത് ഈ പറയുന്നത്? ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊന്നും ചോദിച്ച് ദേഷ്യത്തോടെ ചന്ദ്രമതിയോട് ഇങ്ങനെ ചോദിക്കുമ്പം
അമ്മ എന്തിനാ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് രേവതി അന്നേരം അമ്മയോടും അനിയത്തിയോടും ദേഷ്യപ്പെട്ട് ചോദിക്കാം. ഇവിടെ വന്നാൽ ഇവർ കറുത്ത മുഖം കാണിക്കും, കുത്തുവാക്കുകൾ പറയുമെന്നെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് രേവതി അന്നേരം ചോദിക്കുക അമ്മയോടൊക്കെ. എന്നെ വിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വരണ്ടെന്നല്ലേ ഞാൻ പറയണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ രേവതി ദേഷ്യത്തോടെ ചോദിക്കും കേട്ടോ. അമ്മ എഴുന്നേറ്റ് ദേവ് എഴുന്നേക്ക്, നിങ്ങൾ പോകാൻ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അവിടെ നിന്ന് രേവതി പറഞ്ഞു വിടുമ്പോൾ മോളെ രേവതി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ ഇരിക്കുക. അപ്പോൾ മോളെ എന്തായത്, ദേഷ്യപ്പെടല്ലേ മോളെ, ലക്ഷ്മി ഇരിക്കും, ഞാനല്ലേ പറയുന്നത് ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ വീണ്ടും അതുങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ ആ 3 എണ്ണത്തെയും ചന്ദ്രമതി കുത്തി 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 നോവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എന്നെ ഇവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അച്ഛാ, എൻ്റെ അച്ഛനെക്കുറിച്ച് എന്താണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന് രേവതി അന്നേരം അച്ഛനോട് ചോദിച്ചു, അതായത് രവേട്ടനോട് ചോദിച്ചു. ഇതുങ്ങൾ 3 കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാം. എൻ്റെ അമ്മയെ എന്തിനാ ഇവരിങ്ങനെ അപമാനിക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പം, ഇവളെ പറ്റി നിനക്ക് അറിയില്ലേ മോളെ, ബ്രേക്കില്ലാത്ത ബസ് പോലെ ഇവള്, അവളുടെ ഇഷ്ടത്തിന് നമ്മൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. അങ്ങനെ രവിയേട്ടൻ പറയുവാണ്. എന്നാലും ഭാര്യയെ പറഞ്ഞ് തിരുത്താനോ മര്യാദ പഠിപ്പിക്കാനോ രവിയേട്ടനെ കൊണ്ട് പറ്റത്തില്ല. ഇത് ബസ്സാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് അതങ്ങ് പൊള്ളി. നിങ്ങൾ എന്താ പറഞ്ഞത്, ബസ്സാ? മിണ്ടാതിരിക്കുന്നതോ നിനക്ക് നല്ലതെന്ന് രവിയേട്ടൻ അന്നേരം ചന്ദ്രമതിയോട് പറഞ്ഞു. അപ്പം നിനക്ക് തൃപ്തി ആയല്ലോ, ഇദ്ദേഹത്തിൻ്റെ വായിലിരിക്കുന്നത് എന്നെ കേൾപ്പിച്ചപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ എന്നും പറഞ്ഞു ചന്ദ്രമതി. ഇതൊക്കെ കൊണ്ടാ സച്ചി നിന്നെ തലയിൽ വെച്ചിട്ട് താഴെ ഇടുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും എടി എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ വിളിക്കുക. സച്ചി ഇപ്പോഴും രേവതിയെ തലയിൽ തന്നെ വെച്ചിരിക്കുന്നത്, നീ എന്തിനാ എഴുന്നേറ്റ് പൊയ്ക്കേ ചന്ദ്ര, നീ ഇവിടെ ഇരിക്കണ്ടെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. ചന്ദ്രമതിക്ക് ഭയങ്കര കലിപ്പ്. നിന്നോട് എഴുന്നേറ്റ് പോകാനല്ലേ അടി പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നാട്ടി ഓടിക്കുക രവിയേട്ടൻ. തുള്ളിച്ചാടി ചന്ദ്രമതി അവിടെ നിന്ന് ഒരു പോക്കും അങ്ങ് പോയി, രേവതിയെ തുറിച്ചു നോക്കിക്കൊണ്ട്. ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രവിയേട്ടനാണെങ്കിൽ ഇവരുടെ മുന്നിലിരുന്ന് ഇങ്ങനെ ഉരുകുക. എന്നിട്ട് ഇവരെ സമാധാനിപ്പിക്കുക. ലക്ഷ്മി, അവൾ പറഞ്ഞതൊന്നും നിങ്ങൾ മനസ്സിൽ കൊടുക്കരുത് കേട്ടോ എന്നും പറഞ്ഞു. അതൊക്കെ കേട്ട് രേവതിയെക്കുറിച്ച് ഓർത്തായിരുന്നു ഇവരുടെ അച്ഛന് എപ്പോഴും വേവലാതിപ്പെട്ടിരുന്നതെന്നുള്ള കാര്യം ലക്ഷ്മി അമ്മ അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. അതേ വേവലാതി ഇപ്പം എനിക്കും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ രവിയേട്ടനോട് പറയും കേട്ടോ. ഇവളുടെ ജീവിതം എന്തായി തീരും എന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്നും പറഞ്ഞു. രേവതി ഇതൊക്കെ കേട്ട് കണ്ണുനീരൊക്കെ തുടച്ചിങ്ങനെ ഭയങ്കര ഒരു ഇതിലിങ്ങനെ നിൽക്കുക. ആ സമയം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങും. പിന്നെ സച്ചിയോടും വരാൻ പറയണമെന്നും പറഞ്ഞു. അത് നേരിൽ കണ്ട് പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത്, അവനിവിടെ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നേരം പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞോളാം ലക്ഷ്മി അവനോട്, അവൻ വരും, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ രവിയേട്ടാന്ന് ചോദിക്കുമ്പം പോവുകയാണ്, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട രവിയേട്ട, ഞങ്ങൾ ഇറങ്ങുക, പോയേക്കുക മോളെ എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങുക കേട്ടോ. അവർ യാത്ര പറഞ്ഞ് ഇറങ്ങി പുറത്ത് വന്നു. അപ്പോൾ സച്ചേട്ടൻ്റെ അമ്മയെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അമ്മ, എന്തിനാ വെറുതെ എന്ന് രേവതി അന്നേരം പുറത്തിറങ്ങിക്കഴിഞ്ഞ് അമ്മയോട് ചോദിച്ചു. അപ്പോൾ ചന്ദ്രമതി ആദ്യമായിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ അതൊക്കെ വിട്ട് കളയാനായിട്ട് അമ്മ മോളോട് പറഞ്ഞു. ക്ഷണിക്കാൻ വേണ്ടി വന്നു, ക്ഷണിച്ചു, എൻ്റെ കടമ അത് ഞാൻ ചെയ്തു. നീ നാളെ അത് രാവിലെ തന്നെ വീട്ടിലെത്തണം കേട്ടോ എന്ന് ഇങ്ങനെ അമ്മ അന്നേരം പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി വീട്ടിലേക്ക് കയറി വരുന്നത്. സച്ചി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇവരെ 3 പേരെയും കണ്ടു കേട്ടോ. ഇവരെ 3 പേരെയും കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് അത് ഭയങ്കര വിഷമമായി. അപ്പോൾ സച്ചിയോട് പറയാൻ വേണ്ടി അമ്മയൊക്കെ ഇങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടെ സച്ചിയെ നോക്കി ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ സച്ചിക്ക് ഇവരെ കണ്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ. സച്ചി എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ ഇവരെ മൈൻഡ് ചെയ്ത് അകത്തേക്ക് കയറി പോവുക. അപ്പോൾ മോനെ സച്ചി, മോനെ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ വിളിച്ചു. പക്ഷെ സച്ചി നോക്കിയില്ല. സച്ചി മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. സച്ചി മിണ്ടാതെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം അത് അതിനേക്കാളും വേദനയായി ഇവർക്ക്. സച്ചിയേട്ടൻ അമ്മ പറയുന്നതൊന്ന് കേൾക്കാൻ പോലും നിന്നില്ലല്ലോ എന്നിങ്ങനെ നേരം പറഞ്ഞു കേട്ടോ നമ്മുടെ ദേവു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ആകെ മൊത്തത്തിൽ വിഷമമായി. നിങ്ങൾ ചെല്ല്, ഞാൻ നാളെ രാവിലെ എത്തിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി അവരെ പറഞ്ഞു വിടും. അങ്ങനെ അവരും പോയി കഴിഞ്ഞപ്പോൾ രേവതിക്ക് അതൊക്കെ സഹിക്കാൻ പറ്റാത്ത വിഷമമാണ്. ആ സമയത്ത് അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. സച്ചി വന്ന് അവിടെ ഇരുന്നു. അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് കയറി വന്നു. എന്താ അച്ഛാ, അപ്പോൾ നീ അവരെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. ആ കണ്ടു. അപ്പോൾ നീ അവരോട് സംസാരിച്ചില്ലേ? അത് ഇല്ലച്ചാ. അപ്പോൾ രവിയേട്ടൻ വല്ലാത്ത വിഷമത്തിൽ എങ്ങനെ ഇരിക്കുക. രേവതിയുടെ അച്ഛൻ മരിച്ചിട്ട് നാളേക്ക് 1 വർഷം ആവുകയാണെന്ന കാര്യവും അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടെന്നുള്ള കാര്യവും ക്ഷണിക്കാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യവും അച്ഛൻ അന്നേരം സച്ചിയോട് ഇങ്ങനെ പറഞ്ഞു. 1 വർഷമായല്ലേ എന്ന് അദ്ദേഹത്തിനോട് മകൻ അന്നേരം ചോദിച്ചു. കാലം വേഗത്തിൽ ഓടുകയാടാ, നല്ല മനുഷ്യരൊക്കെ പെട്ടെന്ന് പോവുക. അതൊക്കെ കേട്ട് ഇങ്ങനെ രേവതി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ സച്ചിക്ക് ഭയങ്കര വിഷമമായി അവരോട് മിണ്ടാത്തതിൽ. അതിന് ഒരു കാരണം ഞാനും ആയെന്നൊക്കെ പറയുമ്പം അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അച്ഛാ, ഓരോന്ന് ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് സച്ചി അന്നേരം പറഞ്ഞു. ആ
നാളെ നീ അവരുടെ വീട്ടിൽ ചെല്ലണമെന്നും ചടങ്ങിൽ പങ്കെടുക്കണമെന്നും ഒക്കെ നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ സച്ചി ഇല്ല അച്ഛാ, ഞാൻ പോവില്ല, എനിക്ക് നാളെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് രേവതി ഞെട്ടി. എനിക്ക് ജോലിക്ക് പോകണം, ഞാൻ ഏറ്റവും ഒരു ട്രിപ്പ് ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പം എടാ ജോലിയാണോ ഇതിനേക്കാളും മുഖ്യം, ട്രിപ്പ് വേറെ ഏതെങ്കിലും ഡ്രൈവറെ നീ ഏൽപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഇല്ല അച്ഛാ, ഞാൻ പോകത്തില്ല. ഞാൻ എന്തിനാ പോകുന്നതെന്ന് സച്ചി അന്നേരം ചോദിച്ചു. നീ എന്തിനാ പോകുന്നതെന്നോ? നീയല്ലേടല്ല മുന്നിൽ നിന്ന് നടത്തി കൊടുക്കാനായിട്ട്. ആ പയ്യനാണെങ്കിൽ കൈക്ക് സുഖമില്ലല്ലോ, അപ്പോൾ പിന്നെ നീ വേണ്ടേ അവിടെ? സച്ചി, നീ അല്ലാതെ വേറെ ആരാടാ അവർക്കുള്ളത് എന്ന് അച്ഛൻ ചോദിക്കുവാണ് സച്ചിയോട്. സച്ചി അന്നേരം രേവതി ഒരു നോട്ടം. രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ വേണ്ട അച്ഛാ, ഞാൻ പോയാൽ ശരിയാവത്തില്ല എന്ന് സച്ചി പറഞ്ഞു. നീ പോയാലാണ് ശരിയാവുക, കൂടുതലൊന്നും നീ പറയാൻ നിൽക്കേണ്ട, നീ നാളെ രാവിലെ രേവതിയുടെ വീട്ടിൽ പോയിരിക്കണം എന്ന് അച്ഛൻ തറപ്പിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. രേവതി വിഷമിച്ച് അവിടെ നിൽക്കുവാണ്. അടുക്കളയിലേക്ക് പോയി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സച്ചിയുടെ അടുത്തേക്ക് രേവതി ചെല്ലുക. അപ്പോൾ സച്ചിക്കാണെങ്കിൽ രേവതിയോടൊന്നും പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതിലിങ്ങനെ നിൽക്കുക. രേവതിയെ കണ്ടപ്പോഴത്തേനും ഒന്നും അല്ലാത്തതുപോലെ അവിടെ നിന്നൊരു ഗ്ലാസ് എടുത്ത് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് രേവതി ചോദിച്ചു. അപ്പോൾ എനിക്കെന്ത് പ്രശ്നമാണെന്ന് സച്ചി തിരിച്ചു ചോദിച്ചു. നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് കാണിച്ചോ, നിങ്ങൾ എൻ്റെ അമ്മയോട് അനിയത്തിയോട് അത് കാണിക്കരുതെന്ന് രേവതി അന്നേരം സച്ചിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ നിന്ന് ഇതൊക്കെ കേൾക്കുക. പാവം എൻ്റെ അമ്മയും ദേവു, അവർ നിങ്ങളെ എന്താ ചെയ്തതെന്നൊക്കെ രേവതി ചോദിക്കുക കേട്ടോ. മുന്നിൽ കണ്ടിട്ട് പോലും നിങ്ങൾ അവരെ കാണാത്ത ഭാവത്തിൽ നടന്നു, ഒരു വാക്കുപോലും നിങ്ങൾ അവരോട് മിണ്ടിയില്ലല്ലോ, നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തതെന്നൊക്കെ രേവതി നേരം ചോദിക്കുവാണ്. കുറച്ചു മുൻപ് ഓരോന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മ എൻ്റെ അമ്മയെ അപമാനിച്ചു, നിങ്ങളും ഒന്നും പറയാതെ എൻ്റെ അമ്മയെ അപമാനിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. നിങ്ങൾ മിണ്ടാതിരുന്ന അമ്മയ്ക്കത് വിഷമമാവുന്നു നിങ്ങൾക്കറിയില്ലേ? നിനക്കിപ്പോൾ എന്താ രേവതി വേണ്ടത്? എനിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ദേഷ്യം വീട്ടിൽ വരുന്നവരോട് കാണിക്കരുത്, അത് അത്ര മാത്രമേ ഉള്ളൂ എനിക്കെന്നൊക്കെ രേവതി അന്നേരം സച്ചിയോട് പറയുവാണ്. അപ്പോൾ അതൊക്കെ കേട്ട് അദ്ദേഹം വിഷമിച്ച് നിൽക്കുക. അച്ഛൻ്റെ ആണ്ടിന് നാളെ നിങ്ങൾ വീട്ടിൽ വരില്ലേ എന്ന് രേവതി സച്ചിയോട് ചോദിച്ചപ്പോൾ സച്ചി ആണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അവർ നിങ്ങൾക്ക് തരുന്ന ബഹുമാനവും സ്നേഹവും എല്ലാം തരുന്നില്ലേ, അതുകൊണ്ടാണ് ഈ വീട്ടിൽ വന്ന് ക്ഷണിച്ചതെന്നുള്ള കാര്യങ്ങളും രേവതി അന്നേരം പറഞ്ഞു. അതേ ബഹുമാനവും സ്നേഹവും തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സും അത് നിങ്ങൾക്കുണ്ടാകണമെന്നും പറഞ്ഞു. നാളത്തെ ചടങ്ങിന് നിങ്ങൾ വീട്ടിൽ വരാതിരിക്കരുതെന്നൊക്കെ രേവതി ഇങ്ങനെ സച്ചിയോട് പറയുന്നു. സച്ചി ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു. സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് സഹിക്കാതെ രേവതി അവിടുന്ന് പോയി. സച്ചി ആകെ ധർമ്മസങ്കടത്തിലാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ സ്റ്റുഡിയോയിൽ വർഷ ഇരുന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് വർഷയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പണക്കാരനായ പെൺകുട്ടിയെ പാവപ്പെട്ട ചെക്കൻ, പണക്കാരിയായ പെണ്ണിനെ പാവപ്പെട്ട ചെക്കൻ കല്യാണം കഴിക്കുന്നു, പണക്കാരനായ ചെക്കൻ പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്റ്റുഡിയോയിൽ ആ ചേട്ടനോട് വന്ന് പറയാം, ഈ കഥ മാത്രമേ ലോകത്തുള്ളൂ, വേറെ കഥയൊന്നും പറയാനില്ലേ നിങ്ങൾക്കെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചേച്ചി മഹിമ വന്നിങ്ങനെ ഈ ചേട്ടനോട് ചോദിക്കുമ്പം മേഡം കഥ ഉണ്ടാക്കുന്ന ആൾ ഞാനല്ല, ഇങ്ങനെയുള്ള കടകളും ഓടുന്നുണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെയുള്ള കഥകൾക്ക് ഡബ് ചെയ്ത പണക്കാരായി ഇവള് പാവപ്പെട്ട ചെറുക്കനെ കല്യാണം കഴിച്ചതെന്ന് മഹിമ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാർ നെക്സ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ വേണോ എന്നിങ്ങനെ ചോദിച്ചു വർഷ. അപ്പോൾ വേണ്ട, ബ്രേക്ക് എടുത്തോളാം പറഞ്ഞു. വർഷയുടെ അമ്മ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ചാടി ഇറങ്ങി ചെന്നു. അമ്മ വന്നിട്ട് കുറേ സമയമായി എന്നൊക്കെ ചോദിച്ചു ചെന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് കുറേ സമയമായി എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോയിരുന്ന് സംസാരിക്കാം. അപ്പോൾ അമ്മ ചോദിച്ചു, നിൻ്റെ ഇന്നത്തെ ജോലി കഴിഞ്ഞില്ലല്ലേ? ഇല്ല, കുറച്ചുകൂടി ഡബ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. എന്നെ കാണാൻ അമ്മയ്ക്ക് വീട്ടിൽ വന്നാൽ പോരെ, എന്തിനാ സ്റ്റുഡിയോയിൽ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നിന്നോട് തനിയും സംസാരിക്കണം, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അമ്മയെ കാര്യം? നിനക്കിപ്പോൾ പഴയതുപോലെ വർക്കൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പം കൂടുതലാണ്, 3-4 സീരിയൽ ഡബ് ചെയ്യുന്നുണ്ടെന്ന് വർഷ പറഞ്ഞു. ശ്രീകാന്ത് സ്ഥിരമായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ലേ? അല്ല, അവന് വരുമാനമൊന്നുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ശ്രീകാന്ത് ദിവസവും ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അമ്മ എന്താ അത് ചോദിക്കാൻ കാരണം? അല്ല, നീയും ശ്രീകാന്തും സൈക്കിളിൽ പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹർഷ ഇങ്ങനെ നോക്കാം, അവൻ്റെ ബൈക്ക് ലോൺ അടിക്കാത്തതോട് പിടിച്ചുകൊണ്ട് പോയോ എന്ന് ചോദിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിക്കായിരുന്നില്ലേ എന്നൊക്കെ മഹിമ ചോദിച്ചു. അത് കേട്ടപ്പോഴത്തേക്കും ഹർഷ ഒരൊറ്റ ചിരി. അപ്പം എൻ്റെ അമ്മ അത് ഞാൻ അവന് പണിഷ്മെൻറ്റ് കൊടുത്തതാ, അപ്പോൾ അങ്ങനെ നടന്ന കാര്യങ്ങൾ ഇന്നതാണെന്നും പറഞ്ഞ് മോള് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതിലിത്ര ഫീൽ ചെയ്യാൻ എന്താ ഇരിക്കുന്നതെന്ന് വർഷ ചോദിച്ചു. ഞങ്ങൾ കാറ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും ഞങ്ങൾ നന്നായി തന്നെയാണ് കഴിയുന്നത്, കഷ്ടപ്പാടൊന്നുമില്ല എന്നും വർഷ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞപ്പം ഞാൻ അതുകൊണ്ട് മാത്രം വന്നതല്ല കേട്ടോ, ഇത്
ഈ ഒരു പാസ് നിനക്ക് തരാൻ വേണ്ടി കൂടി വന്നതാന്ന് പറഞ്ഞു. പാസോ? ഇതെന്താ അമ്മയെന്ന് ഓർത്ത് ചോദിച്ചു. അപ്പോൾ ഇതെന്താന്ന് നോക്കാൻ പറഞ്ഞു. നിൻ്റെ അച്ഛനെ എല്ലാ വർഷവും ഒരു കമ്പനി ഒരു ടൂർ പാക്കേജിന് പാസ് കൊടുക്കാറില്ലേ, ഇത്തവണ അത് നൽകി. ആ പാസ്സായി ഇതെന്നൊക്കെ പറയുമ്പം ഞാനും മാധുവേട്ടനും എങ്ങോട്ടും പോകുന്നില്ല, വേണമെങ്കിൽ നീ ശ്രീകാന്തും പോയിക്കോ, നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോലും പോയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനെ പറ്റിയൊക്കെ ആലോചിച്ചതായിരുന്നു, രണ്ടുപേർക്കും വർക്കുണ്ടായതുകൊണ്ട് പോകാൻ പറ്റാത്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ പേപ്പറൊക്കെ തുറന്ന് നോക്കുക. അപ്പോൾ ഈ 3-4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ലീവ് എടുത്ത് രണ്ടുപേരും പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പോവാമേന്ന് പറഞ്ഞു. താങ്ക്സ് ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. ഇപ്പോൾ ഓക്കെ ആയെന്നും പറഞ്ഞു. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പോൾ നേരത്തെ എനിക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ഓക്കെ ആയി. ഇപ്പോൾ അവിടെയുള്ള എല്ലാവരും എനിക്ക് സെറ്റായി. രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യുമെങ്കിലും ഞാനിപ്പോൾ അത് ഇഗ്നോർ ചെയ്യാറാ പതിവെന്നൊക്കെ പറഞ്ഞു. നീ ശ്രീകാന്തിനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വാ, അവിടെ താമസിക്കുന്നതല്ലേ കൂടുതൽ സുഖം. നിന്റെ അച്ഛനും സന്തോഷമാവില്ലേന്ന് മഹിമ ചോദിക്കുമ്പം ശ്രീകാന്തിൻ്റെ ഫാമിലിയുടെ കൂടെ കഴിയുന്നതായി ഇഷ്ടമെന്ന് വർഷം അന്നേരം പറഞ്ഞു. ശ്രീകാന്തിൻ്റെ ഇഷ്ടം കൂടി നമ്മൾ നോക്കണ്ടേ അമ്മയെന്നൊക്കെ ചോദിച്ചു കേട്ടോ. ശരി അമ്മേ, അമ്മ ചെല്ല്, എനിക്ക് ഡബ് ചെയ്യാനുണ്ടെന്നും തിരക്കുണ്ടെന്നും പറഞ്ഞു വർഷ. അമ്മ ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞു അങ്ങ് പോവുക. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു മോൾ അങ്ങ് പോയി. മഹിമ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ തല പുകഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അച്ഛൻ്റെ ആണ്ടും ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ ഫോട്ടോയുടെ മുന്നിൽ വന്ന് നിൽക്കും. അപ്പോൾ കുറേ ചേച്ചിമാർ അങ്ങോട്ടേക്ക് വന്നു. എത്ര പെട്ടെന്ന് ഒരു വർഷം കടന്നു പോയതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രേവതി അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുകയാണെന്നൊക്കെ ചേച്ചിമാരിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അവരിങ്ങനെ അതെല്ലാം പറഞ്ഞ് നിൽക്കുന്നു. നല്ല മനുഷ്യനായിരുന്നു എന്നും രേവതിയുടെ കല്യാണം കാണാനുള്ള യോഗം അദ്ദേഹത്തിന് ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടവും അതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയം ഇവരിങ്ങനെ ആകെ നിരാശയോടുകൂടി ഇരിക്കുന്നു. അപ്പോൾ ഈ ചേച്ചിമാരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ രേവതിയുടെ വിഷമമൊക്കെ കണ്ട് ഇവരിങ്ങനെ നിൽക്കുക. അപ്പോൾ രേവതിയോട് സച്ചി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി വന്നില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറയപ്പോഴത്തേക്കും ശരത്തിൻ്റെ മുഖം അങ്ങ് വല്ലാതെയായി. ശരത്ത് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിക്കൊണ്ട് അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.